വെൽക്കം ടു എവ്രിഡേ ഇംഗ്ലീഷ് വിത്ത് സോണിയ. ഇന്നത്തെ സീനിൻ്റെ ടോപ്പിക്ക് നമുക്ക് അത്ര പരിചയമില്ലാത്തവരോട് നമ്മൾ എങ്ങനെ സംസാരിച്ച് തുടങ്ങും എന്നുള്ളതാണ്. അതായത് ഒരു കോൺവെർസേഷൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഈ സിറ്റുവേഷൻ വളരെ എളുപ്പമാണെന്ന് തോന്നും, പക്ഷെ അത്ര എളുപ്പമല്ല അത്. കാരണം നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരാളാണ്, അയാളോട് എന്തൊക്കെ പറയാം, അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്ന് നമുക്ക് ആകെ ഒരു തപ്പൽ തോന്നും. അപ്പോൾ ഇന്ന് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാം. പല സ്ഥലത്ത് വെച്ച് നമ്മൾ മുൻ പരിചയമില്ലാത്തവരോട് സംസാരിക്കേണ്ടിയൊക്കെ വരും അല്ലേ. ചിലപ്പോൾ അതൊരു ഫങ്ഷനിലാവാം, ഒരു ചെറിയ പാർട്ടിയോ അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗദറിലൊക്കെ ആവാം. ചിലപ്പോൾ ജോലി സ്ഥലത്ത് വെച്ച ഒരാളെ നമ്മൾ ആദ്യമായിട്ട് കണ്ടുമുട്ടാം, അല്ലെങ്കിൽ ഒരു യാത്രയിൽ വെച്ചൊരാളെ പരിചയപ്പെടാം. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെയാണ് എന്ത് സംസാരിക്കും എന്ന് നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് ഏതെങ്കിലും ഒരു ചെറിയൊരു ഫങ്ഷനിൽ, ഒരു പാർട്ടിയിൽ വെച്ചിട്ട് ആദ്യമായിട്ട് ഒരാളെ നമ്മൾ പരിചയപ്പെടുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ എന്താണ് പറയുകയെന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും നമ്മൾ ആദ്യം സംസാരിച്ച് തുടങ്ങുന്നത് ഹലോ ഹൗ ആർ യു പറഞ്ഞിട്ടായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്താ തിരിച്ച് പറയേണ്ടത്? ഐ എം ഫൈൻ താങ്ക് യു. എന്നിട്ട് നമുക്ക് തിരിച്ച് ചോദിക്കാം ഹൗ ആർ യു. അത് തിരിച്ച് ചോദിക്കുക എന്നുള്ളത് മര്യാദയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ ഹൗ ആർ യു എന്ന് പറയാം. ഇനി ആ സംസാരം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു എളുപ്പവഴി അയാൾ എവിടെ നിന്ന് വരുന്നു, അയാളുടെ സ്വദേശം ഏതാണെന്നൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെ ചോദിക്കും? വേർ ആർ യു ഫ്രം. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? വേർ ആർ യു ഫ്രം. അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം നിങ്ങളിവിടെ അടുത്തൊക്കെ തന്നെ ഉള്ളതാണോ. അപ്പോൾ ആർ യു ഫ്രം അറൗണ്ട് ഹിയർ, ആർ യു ഫ്രം അറൗണ്ട് ഹിയർ എന്ന് ചോദിക്കാം. അപ്പോൾ ചിലപ്പോൾ അയാൾ പറഞ്ഞേക്കാം അതെ ഞാൻ ഇവിടുന്ന് തന്നെ ഉള്ളതാണ്. അങ്ങനെയാണെങ്കിൽ യെസ് ഐ ആം എന്നായിരിക്കുമല്ലോ പറയുന്നത്. ഇനി ആരെങ്കിലും നമ്മളോട് ഇങ്ങനെ ചോദിച്ചിട്ട് നമുക്ക് ഇങ്ങനെ പറയണമെങ്കിലോ, ഇല്ല ഞാനിവിടെ പുതിയതാണ് അങ്ങനെ പറയണമെങ്കിലോ, അപ്പോൾ നമ്മൾ എന്ത് പറയും? നിങ്ങളിവിടെ നിന്നാണോ എന്നല്ലേ ചോദിച്ചത്. അപ്പോൾ നോ ഐ എം ന്യൂ ഹിയർ, ഐ എം ന്യൂ ഹിയർ എന്ന് പറയാം. എന്നിട്ട് നമുക്ക് തിരിച്ച് ചോദിക്കാം നിങ്ങളോ. അപ്പോൾ അതിന് ചോദിക്കാവുന്നത് വാട്ട് അബൌട്ട് യു. അപ്പോൾ നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ അയാൾ നമ്മളോട് പറഞ്ഞു എന്നിരിക്കട്ടെ ഞാൻ വേറൊരു സ്ഥലത്തു നിന്നാണ്, ഉദാഹരണത്തിന് ഹൈദരാബാദ്. അപ്പോൾ ഞാൻ ഹൈദരാബാദിൽ നിന്നാണ് എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കും പറയുക? ഐ എം ഫ്രം ഹൈദരാബാദ്. ഇങ്ങനെയുള്ള കോൺവെർസേഷൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരാൾ നമ്മളോട് എന്തെങ്കിലും പറയുമ്പോൾ അത് കേൾക്കാൻ നമുക്ക് താല്പര്യമുണ്ടെന്ന് നമ്മുടെ സംസാരത്തിൽ നിന്ന് അയാൾക്ക് തോന്നണം. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ തിരിച്ച് സംസാരിക്കാൻ. അപ്പോൾ അയാളിപ്പോൾ പറഞ്ഞത് ഐ എം ഫ്രം ഹൈദരാബാദ് എന്നാണ്. അതിന് വേണമെങ്കിൽ നമുക്ക് അത് ശരി എന്ന് മാത്രം പറയാം. പക്ഷെ അങ്ങനെയല്ല, നമുക്കതിൽ വളരെ താല്പര്യമുണ്ടെന്ന് കാണിക്കാൻ വേറൊരു രീതിയിൽ ഉത്തരം പറയാം. റിയലി എന്ന് ചോദിക്കാം. ആണോ? റിയലി. എന്നിട്ട് നമുക്ക് ആ സ്ഥലമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ട്, നമ്മൾ ഇതിനു മുമ്പ് അവിടെ പോയിട്ടുണ്ടെന്നൊക്കെ ഇരിക്കട്ടെ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് പറയും? ഞാൻ ഇതിനു മുമ്പ് അവിടെ പോയിട്ടുണ്ട് എന്ന് നമ്മൾ പറയില്ലേ. അതെങ്ങനെ പറയും? ഐ ഹവ് ബീൻ ടു ഹൈദരാബാദ് ബിഫോർ. ഐ ഹവ് ബീൻ ടു ഹൈദരാബാദ് ബിഫോർ. ഞാൻ നേരത്തെ അവിടെ പോയിട്ടുണ്ട്. എന്നിട്ട് ആ സംഭാഷണം കുറച്ചുകൂടെ ഒന്ന് നന്നാക്കാൻ നമുക്ക് ആ സ്ഥലമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ഇവിടെ ഹൈദരാബാദിൻ്റെ കാര്യത്തിൽ ഇയാൾ പറയുന്നത് എനിക്ക് അവിടുത്തെ ഭക്ഷണം, പ്രത്യേകിച്ച് എരിവുള്ള തരം ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണെന്നാണ്. അപ്പോൾ അയാൾ പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ ഇംഗ്ലീഷിൽ. ഐ ജസ്റ്റ് ലവ് യുവർ സ്പൈസി ഡിഷസ്. യോർ എന്ന് പറയാൻ കാരണം ഇയാൾ ഹൈദരാബാദുകാരനാണല്ലോ. അപ്പോൾ ഐ ജസ്റ്റ് ലവ് യുവർ സ്പൈസി ഡിഷസ്. ഇവിടെ ഡിഷസ് എന്ന് വെച്ചാൽ വിഭവങ്ങൾ എന്നാണ് കേട്ടോ. ഇനി നമ്മളവിടെ പോയിട്ടൊന്നുമില്ല, നമുക്ക് കാര്യമായിട്ട് അറിയില്ലെങ്കിലും നമുക്ക് പറയാം ഞാൻ ഈ സ്ഥലത്തെപ്പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. ഐ ഹവ് ഹേർഡ് എ ലോട്ട് അബൌട്ട് ദിസ് പ്ലേസ്. ഐ ഹവ് ഹേർഡ് എ ലോട്ട് അബൌട്ട് ദിസ് പ്ലേസ്. എന്നിട്ട് നമുക്ക് പറയാം എന്തെങ്കിലും അവിടെ പോകാൻ ഞാൻ കാത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഞാൻ. അപ്പോൾ അതിന് നമുക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിക്കാവുന്ന ഒരു ഫ്രേസാണ് ലുക്ക് ഫോർവേഡ് ടു. അപ്പോൾ അതെങ്ങനെ പറയും? ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു വിസിറ്റിംഗ് ദിസ് പ്ലേസ്. അപ്പോൾ സാധാരണ നമുക്കറിയാം ഇംഗ്ലീഷിൽ ടു കഴിഞ്ഞാൽ വേർബിൻ്റെ ബേസ് ഫോമേ ഉപയോഗിക്കുള്ളൂ അല്ലേ, ING ഒന്നും ഉപയോഗിക്കില്ലല്ലോ. പക്ഷേ ഈ ഒരു ഫ്രേസിൽ ലുക്കിംഗ് ഫോർവേഡ് ടു കഴിഞ്ഞാൽ നമ്മൾ ING തന്നെയാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് നമ്മളിവിടെ പറഞ്ഞത് ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു വിസിറ്റിംഗ് ദിസ് പ്ലേസ്. ഇനി നമ്മളോട് ആരെങ്കിലും ഈ ചോദ്യം ചോദിച്ചു എന്നിരിക്കട്ടെ, നിങ്ങളിവിടെ തന്നെ ഉള്ളതാണോ എന്ന്. നമ്മൾ എന്തായിരിക്കും ഉത്തരം പറയുക? ഞാൻ ഇവിടെ തന്നെ ജനിച്ച് വളർന്നതാണെന്ന് നമ്മൾ പറയില്ലേ. അതിന് ഇംഗ്ലീഷിൽ പറയാവുന്നത് ഐ എം ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഹിയർ. ഐ എം ബോൺ, അതായത് ഞാനിവിടെ ജനിച്ചതാണ്, ആൻഡ് ബ്രോട്ട് അപ്പ് ഹിയർ, ഇവിടെ തന്നെയാണ് ഞാൻ വളർന്നതെന്ന്. ഐ എം ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഹിയർ. ഇനി അങ്ങനെയല്ല, നമ്മൾ ജനിച്ചത് വേറൊരു സ്ഥലത്താണ്, ഉദാഹരണത്തിന് ചെന്നൈയിൽ, പക്ഷേ പഠിച്ചതൊക്കെ ഇവിടെയാണ്. അപ്പോൾ അതെങ്ങനെ പറയും? ഐ വാസ് ബോൺ ഇൻ ചെന്നൈ ബട്ട് ഐ ഡിഡ് മൈ സ്കൂളിംഗ് ഹിയർ. ഐ വാസ് ബോൺ ഇൻ ചെന്നൈ. ചെന്നൈയിലാണ് ജനിച്ചത്, പക്ഷേ സ്കൂളൊക്കെ പഠിച്ചത് ഇവിടെയാണ്. ഐ ഡിഡ് മൈ സ്കൂളിംഗ് ഹിയർ. സ്കൂൾ വിദ്യാഭ്യാസം എന്നുള്ളതിന് സ്കൂളിംഗ് എന്ന് പറയാട്ടോ.
അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടത് ഒരു രീതി സംസാരിച്ച് തുടങ്ങാൻ. വേറൊരു മാർഗം അവരുടെ ഏതെങ്കിലും ഒരു പ്രത്യേകത അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സിനെ പറ്റിയോ അല്ലെങ്കിൽ അവരുടെ ഹെയർ സ്റ്റൈലോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തെപ്പറ്റി നമുക്ക് കോംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് അത് നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സംസാരം തുടങ്ങാം. ഉദാഹരണത്തിന് നമുക്ക് പറയാം, നിങ്ങളുടെ ഡ്രസ്സ് വളരെ നന്നായിരിക്കുന്നു. ഇതധികം ഒന്നും കണ്ടിട്ടില്ല എന്നുള്ള അർത്ഥത്തിൽ പറയില്ലേ? അപ്പം അതിനെന്ത് പറയും ഇംഗ്ലീഷിൽ? യുവർ ഡ്രസ് ഇസ് സോ യുണീക്ക്. യുണീക്ക് എന്ന് വെച്ചാൽ മറ്റെവിടെയും കണ്ടിട്ടില്ലാത്തത്. എന്നിട്ട് നമുക്ക് ഇയാളെ കണ്ടിട്ട് ഇങ്ങനെ ചോദിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം, ഇത് എവിടെ നിന്നാണ് വാങ്ങിയത്? അപ്പോൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? വെയർ ഡിഡ് യു ബൈ ഇറ്റ്? ഇവിടെ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ വെയർ ഡിഡ് യു ബൈ ഇറ്റ് ഫ്രം എന്നൊന്നും ചോദിക്കണം എന്നില്ല. വെയർ ഡിഡ് യു ബൈ ഇറ്റ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇങ്ങനൊരു കോംപ്ലിമെൻറ്റ് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും മറ്റേയാൾ പറയും താങ്ക് യു. എന്നിട്ട് അയാൾക്ക് പറയാവുന്നതാണെങ്കിൽ അയാൾ പറയും ഞാൻ ഇന്ന സ്ഥലത്ത് നിന്നാണ് ഇത് വാങ്ങിയത്. അപ്പോൾ നമുക്കങ്ങനെ പറയേണ്ടി വന്നാൽ നമ്മൾ പറയുക ഐ ബോട്ട് ഇറ്റ് ഫ്രം ഈ ഷോപ്പ് എന്ന് പറയാം. ബോട്ട് ഇറ്റിന് പകരം ഗോട്ട് ഇറ്റ് എന്നും പറയാം. ഗോട്ട് എന്ന് വെച്ചാൽ കിട്ടി എന്നല്ല, വാങ്ങി എന്നാണ് അർത്ഥം. അപ്പോൾ ഐ ഗോട്ട് ഇറ്റ് ഫ്രം ഇന്ന ഷോപ്പ്. ഇതേപോലെ ബാഗ് അല്ലെങ്കിൽ ധരിച്ചിരിക്കുന്ന ഓർണമെൻറ്റ്സ് ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് പറയാം. ഉദാഹരണത്തിന് നമുക്ക് പറയാം ദാറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ ബാഗ്. നല്ല മനോഹരമായ ബാഗ്. അപ്പോൾ അതിനും തിരിച്ചു പറയുന്നത് താങ്ക് യു എന്നായിരിക്കും. അപ്പോൾ അത് പുതിയതാണോ എന്ന് ചോദിക്കണമെങ്കിലോ ഇസ് ദാറ്റ് ന്യൂ? അപ്പോൾ അതിന് യെസ് ഇറ്റ് ഇസ് അല്ലെങ്കിൽ നോ ഇറ്റ് ഇസ് നോട്ട് എന്ന് ഉത്തരം കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇയാളോട് ഇങ്ങനെ ചോദിക്കാം, എന്നൊരു ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം എത്ര കൊടുത്തു ഇതിന്? അപ്പോൾ ഹൗ മച്ച് ഡിഡ് യു പേ ഫോർ ദാറ്റ്? ഹൗ മച്ച് ഡിഡ് യു പേ ഫോർ ദാറ്റ് എന്ന് ചോദിക്കാം. അപ്പോൾ അതിനെങ്ങനെ ഉത്തരം പറയുക? ഞാൻ ഇത്രയ്ക്കാണ് ഇത് വാങ്ങിച്ചത്. അപ്പോൾ ഐ ഗോട്ട് ഇറ്റ് ഫോർ എന്നിട്ട് എമൗണ്ട് പറയാം. ചിലപ്പോൾ ചെറിയൊരു പാർട്ടി, ചെറിയൊരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗദർ ആണെങ്കിലും നമുക്ക് അവിടെയുള്ളവരെ അറിയണം എന്നില്ല. അപ്പോൾ നമുക്ക് തീർത്തും അറിഞ്ഞുകൂടാത്ത ഒരാളോട് സംസാരിച്ച് തുടങ്ങാനുള്ള വേറൊരു മാർഗം, അപ്പോൾ നിങ്ങൾ എന്താ ഇവിടെ, എന്താണ് കണക്ഷൻ എന്ന് ചോദിക്കുന്നതാണല്ലേ. അപ്പോൾ അതെങ്ങനെ ചോദിക്കും? വാട്ട് ബ്രിങ്സ് യു ഹിയർ? അപ്പോൾ എന്താ ഇവിടെ ഇങ്ങനെ വരാൻ കാരണം? വാട്ട് ബ്രിങ്സ് യു ഹിയർ? അപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന ആളെയും ഈ പാർട്ടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് ഒരേ ആളാണല്ലോ. അപ്പോൾ നമ്മളെ ഇൻവൈറ്റ് ചെയ്തത് സുനിത എന്ന് പറഞ്ഞൊരാളാണെന്നിരിക്കട്ടെ. അപ്പോൾ നമുക്ക് ചോദിക്കാം, അപ്പോൾ സുനിതയെ എങ്ങനെ അറിയാം? അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? സോ ഹൗ ഡു യു നോ സുനിത? സോ ഹൗ ഡു യു നോ സുനിത? അപ്പോൾ ചിലപ്പോൾ അവർ നമ്മളോട് പറയും ഞാൻ അവരുടെ കൂടെ ജോലി ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഞാൻ അവരുടെ ഫ്രണ്ടാണ്. അപ്പോൾ അങ്ങനെ പറയണമെങ്കിൽ എന്താ പറയുക ഇംഗ്ലീഷിൽ? ഐ എം ഹെർ കൊളീഗ്. അപ്പോൾ കൊളീഗ് എന്ന് വെച്ചാൽ സഹപ്രവർത്തക എന്നാണ് കേട്ടോ, അല്ലെങ്കിൽ സഹപ്രവർത്തകൻ. അപ്പോൾ ഐ എം ഹെർ കൊളീഗ് അല്ലെങ്കിൽ ഐ എം ഹെർ ഫ്രണ്ട്. അല്ലെങ്കിൽ പറയാം കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ടേ എനിക്ക് അവളെ അറിയാം. അപ്പോൾ അതെങ്ങനെ പറയും? ഐ നോ ഹെർ സിൻസ് മൈ കോളേജ് ഡേയ്സ്. ഐ നോ ഹെർ സിൻസ് മൈ കോളേജ് ഡേയ്സ്. സിൻസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ തുടങ്ങി. ചിലപ്പോൾ നമുക്ക് ഇതുപോലെ എവിടെയെങ്കിലും വെച്ച് ആളുകളെ കാണുമ്പോൾ ഇതിനു മുമ്പ് ഇവരെ കണ്ടിട്ടുണ്ടോ എന്ന് സംശയം തോന്നും. അപ്പോൾ അത് തന്നെ വെച്ച് നമുക്ക് സംസാരിച്ച് തുടങ്ങാം അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മളൊരു കോൺവെർസേഷൻ ആക്കുക? നിങ്ങൾ കണ്ടിട്ട് നല്ല പരിചയം തോന്നുന്നു എന്ന് പറയില്ലേ നമ്മൾ? അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം. യു ലുക്ക് സോ ഫെമിലിയർ. യു ലുക്ക് സോ ഫെമിലിയർ. ഫെമിലിയർ എന്ന് വെച്ചാൽ നല്ല പരിചയം തോന്നുന്നു. എന്നിട്ട് നമ്മൾ പറയില്ലേ നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടോ, പരിചയപ്പെട്ടിട്ടുണ്ടോ? അപ്പോൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഹാവ് വി മെറ്റ് ബിഫോർ? ഹാവ് വി മെറ്റ് ബിഫോർ? അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, എനിക്ക് തോന്നുന്നു ഞാൻ എവിടെയോ നിങ്ങളെ കണ്ടിട്ടുണ്ടെന്ന്. അപ്പോൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ നോക്കൂ. ഐ തിങ്ക് ഐ ഹവ് സീൻ യു സംവെയർ. അപ്പോൾ ഐ ഹവ് സീൻ എന്ന് പറയുന്നത് ഞാൻ എവിടെയോ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട് എന്ന് പറയാനാണേ. ഐ തിങ്ക് ഐ ഹവ് സീൻ യു സംവെയർ. അപ്പോൾ അവർ നമ്മളോട് ഇനി പറയുന്നത് നമ്മൾ ഇതിനു മുമ്പ് ഒരിക്കൽ മോളിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയായിരിക്കും പറയുന്നത്? യെസ് വി ഹാവ് മെറ്റ് വൺസ് അറ്റ് ദ മോൾ. യെസ് വി ഹാവ് മെറ്റ് വൺസ് അറ്റ് ദ മോൾ. അപ്പോൾ നമ്മൾ പറയും ഞാനിപ്പോൾ ഓർക്കുന്നു. അപ്പോൾ ഇത് ഒട്ടും ഫോർമൽ അല്ലാത്തൊരു ടോക്കാണ്, വളരെ കാഷ്വലായിട്ട് ഒരു ആളോട് സംസാരിക്കുകയല്ലേ. അപ്പോൾ നമുക്ക് പറയാം യാ നൗ ഐ റിമെമ്പർ. ഇപ്പം ഞാൻ ഓർക്കുന്നു. എന്നിട്ട് നമ്മളിങ്ങനെ പറയില്ലേ ഈ ലോകം എത്ര ചെറുതാണല്ലേ. അതായത് നമ്മൾ വീണ്ടും വീണ്ടും ഒരേ ആളുകളെ കണ്ടുമുട്ടുന്നു. അപ്പോൾ അതിന് പറയുന്നത് വാട്ട് എ സ്മോൾ വേൾഡ്. ലോകം എത്ര ചെറുതാണ്, നമ്മളിത് വീണ്ടും കണ്ടു. എന്നിട്ട് അപ്പോൾ വീണ്ടും കണ്ടതിൽ സന്തോഷം. അപ്പോൾ അതെങ്ങനെ പറയും? നൈസ് ടു സീ യു എഗെയിൻ. നൈസ് ടു മീറ്റ് യു അല്ല കേട്ടോ, നൈസ് ടു സീ യു എഗെയിൻ. ഇതുപോലെ കുറച്ചുകൂടി ഒരു സീരിയസ് ആയിട്ടുള്ള ആളുകളോടൊക്കെ ആണെങ്കിൽ നമുക്ക് കറൻറ്റ് അഫെയർസിനെ പറ്റി, ഇപ്പോൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ സംസാരിച്ച് സംഭാഷണം തുടങ്ങാം. അപ്പോൾ നമുക്ക് പറയാവുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ന്യൂസിൽ നിൽക്കുന്ന കാര്യങ്ങൾ, ഉദാഹരണത്തിന് എന്തെങ്കിലും ഒരു നിയമം പുതിയതായിട്ട് വന്നിട്ടുണ്ടെന്നിരിക്കട്ടെ, അപ്പോൾ അതിനെപ്പറ്റി ചോദിച്ച് സംസാരം തുടങ്ങാം. ഇപ്പോൾ ഈ വന്നേക്കുന്ന പുതിയ നിയമത്തെപ്പറ്റി എന്താണ് അഭിപ്രായം, എന്താണ് നമുക്ക് പറയേണ്ടതെന്നിരിക്കട്ടെ. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? വാട്ട് ഡു യു തിങ്ക് ഓഫ് ദ ന്യൂ ലോ ബീങ് പാസ്ഡ്? ലോ എന്ന് വെച്ചാൽ നിയമം, ബീങ് പാസ്ഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ പാസ്സായ, ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നു.
അപ്പോൾ വാട്ട് ഡു യു തിങ്ക് ഓഫ് ദി ന്യൂ ലോ ബീങ് പാസ്ഡ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ വാട്ട് ആർ യുവർ തോട്ട്സ് ഓൺ ദാറ്റ്, നിങ്ങൾ എന്ത് കരുതുന്നു അതിനെപ്പറ്റി, വാട്ട് ആർ യുവർ തോട്ട്സ് ഓൺ ദാറ്റ്. അങ്ങനെ സംഭാഷണത്തിലേക്ക് വരാം. അല്ലെങ്കിൽ സിനിമയെപ്പറ്റി സംസാരിക്കാം. കാരണം പൊതുവെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ടോപ്പിക്കാണല്ലോ അത്. അപ്പോൾ ഈ അടുത്ത് എന്തെങ്കിലും സിനിമ കണ്ടിരുന്നോ എന്ന് ചോദിക്കണമെങ്കിലോ, ഹാവ് യു വാച്ച്ഡ് എനി ഗുഡ് മൂവീസ് റീസെൻ്റ്ലി, ഈ അടുത്ത് എന്തെങ്കിലും നല്ല സിനിമ കണ്ടോ. ഹാവ് യു വാച്ച്ഡ് എനി ഗുഡ് മൂവീസ് റീസെൻ്റ്ലി, ഈ അടുത്ത കാലത്ത്, അതാണ് കേട്ടോ റീസെൻ്റ്ലി. അപ്പോൾ നമ്മളോട് ആരെങ്കിലും ഇങ്ങനെ ചോദിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഉത്തരം പറയണം എന്നിരിക്കട്ടെ, ഞാൻ നെറ്റ്ഫ്ലിക്സിൽ ഒരെണ്ണം കണ്ടു, അതെങ്ങനെ പറയും. അപ്പോൾ ഇത് സ്പോക്കൺ ഇംഗ്ലീഷ് ആയതുകൊണ്ട് നമ്മൾ ഫുൾ സെൻറ്റൻസ് ഒന്നും പറയണം എന്നില്ല. നമ്മൾ അങ്ങനെയല്ലല്ലോ മലയാളത്തിലും പറയുക, മുഴുവൻ വാചകമൊന്നും പറയാറില്ലല്ലോ. അപ്പോൾ നമുക്കിവിടെ ചെറുതാക്കി പറയാം, വാച്ച്ഡ് വൺ ഓൺ നെറ്റ്ഫ്ലിക്സ്. ഐ വാച്ച്ഡ് എന്നൊന്നും പറയണമെന്നില്ല, വാച്ച്ഡ് വൺ ഓൺ നെറ്റ്ഫ്ലിക്സ്. നെറ്റ്ഫ്ലിക്സിൽ ഒരു സിനിമ കണ്ടു. അപ്പോൾ തീർച്ചയായിട്ടും സിനിമയെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി എന്താ അഭിപ്രായം, ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കും അല്ലേ. അപ്പോൾ ഇഷ്ടമായോ, അത് എങ്ങനെയുണ്ട് ഈ സിനിമ കണ്ടിട്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഇംഗ്ലീഷിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഹൗ ഡു യു ലൈക്ക് ഇറ്റ്, ഇഷ്ടപ്പെട്ടോ, ഇഷ്ടമായോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒരു തവണയൊന്ന് കാണാൻ വേണ്ടിയേ ഉള്ളൂ എന്നാണെങ്കിൽ അതെങ്ങനെയാണ് പറയാൻ നോക്കാം കേട്ടോ. ഇറ്റ്സ് ജസ്റ്റ് എ വൺ ടൈം വാച്ച് മൂവി എന്ന് പറഞ്ഞാൽ ഒരു തവണ കാണാനുള്ളതൊക്കെ ഉള്ളൂ. ഇറ്റ്സ് ജസ്റ്റ് എ വൺ ടൈം വാച്ച് മൂവി, അതൊരൊറ്റ ഫ്രേസായിട്ടാണ് എടുക്കണേ, വൺ ടൈം വാച്ച് മൂവി. അത് വേറെ രീതിയിലും പറയാം, തരക്കേടില്ലാത്ത പടം എന്ന് പറയില്ലേ നമ്മൾ, ആ അർത്ഥത്തിൽ പറയാവുന്നത് ഇറ്റ്സ് ജസ്റ്റ് എ സോ മൂവി എന്ന് വെച്ചാൽ നല്ലതും അല്ല ചീത്തയും അല്ല, ഇറ്റ്സ് ജസ്റ്റ് എ സോ മൂവി, തരക്കേടില്ലാത്തൊരു പടം. ഇനി സിനിമ അത്ര നല്ലതാണെങ്കിൽ അത് നമുക്ക് പറയാവുന്ന ഒരു രീതി ഇറ്റ്സ് എ ഗുഡ് മൂവി എന്ന് പറയാം, ഇറ്റ്സ് എ നൈസ് മൂവി എന്ന് പറയാം. കുറച്ചുകൂടെ നന്നാക്കി പറയണമെങ്കിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് മൂവി എന്നും പറയാം. വേറൊരു നല്ല ടോപ്പിക്ക് സംസാരിച്ച് തുടങ്ങാൻ സ്പോർട്സാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സീരീസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൂർണമെൻ്റൊക്കെ നടക്കുകയാണെന്നിരിക്കട്ടെ, അത് പറഞ്ഞ് നമുക്ക് സംസാരം തുടങ്ങാം. അപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ഇന്നലെ രാത്രി ആ സെമി ഫൈനൽസ് കണ്ടായിരുന്നോ. അപ്പോൾ അതെങ്ങനെ ചോദിക്കും, ഡിഡ് യു വാച്ച് എന്ന് പറഞ്ഞാണ് തുടങ്ങേണ്ടത്, നിങ്ങൾ കണ്ടോ എന്നല്ലേ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഷോർട്ടാക്കി പറയുമ്പോൾ നമുക്ക് ആ സബ്ജക്റ്റ് ഒന്നും ഇല്ലാണ്ട് തന്നെ പറയാം, വാച്ച്ഡ് ദ സെമി ഫൈനൽസ് ലാസ്റ്റ് നൈറ്റ്, ഇന്നലെ രാത്രി സെമി ഫൈനൽസ് കണ്ടിരുന്നോ, വാച്ച്ഡ് ദ സെമി ഫൈനൽസ് ലാസ്റ്റ് നൈറ്റ്. അപ്പോൾ അത് പലതരത്തിൽ അതിന് ഉത്തരം പറയാം. കണ്ടു, അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഉത്തരം പറയണം, കണ്ടു, അവർ നന്നായി കളിച്ചു, യെസ് ദേ പ്ലേഡ് വെരി വെൽ, ദേ പ്ലേഡ് വെരി വെൽ. ഇനി ചിലപ്പോൾ കളി ജയിക്കും എന്ന് ഓർത്തിട്ട് തോറ്റു പോകുന്ന സന്ദർഭങ്ങളില്ലേ, അപ്പോൾ നമ്മളും നിരാശപ്പെടും അല്ലേ. അപ്പോൾ അതിനെപ്പറ്റി എങ്ങനെ പറയാം, ആ കളി കണ്ട് വളരെ നിരാശപ്പെടുത്തുന്ന കളിയായിരുന്നു, ദാറ്റ് വാസ് എ ഡിസപ്പോയിൻറ്റിങ് മാച്ച്, ദാറ്റ് വാസ് എ ഡിസപ്പോയിൻറ്റിങ് മാച്ച്, നിരാശപ്പെടുത്തി എന്നാണ് അർത്ഥം. ചിലപ്പോൾ ക്രിക്കറ്റൊക്കെ ലാസ്റ്റ് ഓവേഴ്സൊക്കെ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടൊക്കെ അവസാനിക്കില്ലേ, അപ്പോൾ അതെങ്ങനെ പറയാം, വാട്ട് എ നെയിൽ ബൈറ്റർ ഇറ്റ് വാസ്. നെയിൽ ബൈറ്റർ എന്ന് വെച്ചാൽ നഖം കടിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടൊന്നുമില്ല, അവിടെ ഉദ്ദേശിക്കുന്നത് അത്ര ഉദ്വേഗം നിറഞ്ഞ കളിയായിരുന്നു എന്ന്. വാട്ട് എ നെയിൽ ബൈറ്റർ ഇറ്റ് വാസ്. വേറൊന്ന് നമുക്ക് ചോദിക്കാവുന്നത്, നിങ്ങൾ ഒഴിവ് സമയത്തൊക്കെ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക, വാട്ട് യു ഡു ഇൻ യുവർ സ്പെയർ ടൈം, വാട്ട് ഡു യു ഡു ഇൻ യുവർ സ്പെയർ ടൈം, ഒഴിവ് സമയം. ഇത് വേറൊരു രീതിയിലും ചോദിക്കാം, ഹൗ ഡു യു സ്പെൻഡ് യുവർ ഫ്രീ ടൈം. ഫ്രീ ടൈം സ്പെയർ ടൈം പോലെ തന്നെയാണ്, ഹൗ ഡു യു സ്പെൻഡ് യുവർ ഫ്രീ ടൈം. അപ്പം നമ്മൾ ചോദിക്കുന്ന ആൾ നമ്മളോട് തന്നെ ഉത്തരം പറയുന്നത്, എനിക്ക് തയ്ക്കാനൊക്കെ ഇൻട്രസ്റ്റ് ആണെന്നിരിക്കട്ടെ. അപ്പോൾ തയ്ക്കുക എന്നുള്ളതിന് പറയുന്ന വാക്ക് സോവിങ് എന്നാണ് കേട്ടോ. സ്പെല്ലിങ് കണ്ടോ, SEWING ആണ്, സ്യൂയിങ് എന്നല്ല അത് പ്രൊനൗൺസ് ചെയ്യുന്നത്, സോവിങ് എന്നാണ്. അപ്പോൾ എങ്ങനെ പറയുക, ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ സോവിങ്, അതായത് തയ്ക്കുന്നതിൽ താല്പര്യമുണ്ടെന്ന്. അപ്പോൾ അതിന് നമുക്ക് പ്രോത്സാഹിപ്പിക്കുന്ന പോലെയൊക്കെ നമുക്ക് ഉത്തരം പറയാം, ദാറ്റ്സ് ഗ്രേറ്റ്, അത് നല്ല കാര്യമാണല്ലോ, ദാറ്റ്സ് ഗ്രേറ്റ്. എന്നിട്ട് ചോദിക്കാം, എങ്ങനെയാണ് നിങ്ങൾക്കതിൽ താല്പര്യം വന്നത്, എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്. അപ്പോൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം, ഹൗ ഡിഡ് യു ഗെറ്റ് ഇൻ ടു ദാറ്റ്, ഹൗ ഡിഡ് യു ഗെറ്റ് ഇൻ ടു ദാറ്റ്. അപ്പോൾ ഇവർ പറയുന്നത് എൻ്റെ കുടുംബത്തിൽ പലർക്കും ആ താല്പര്യമുണ്ട് എന്നാണെന്നിരിക്കട്ടെ. അപ്പോൾ അതിന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാവുന്ന ഫ്രേസ് ടു റൺ ഇൻ ദ ഫാമിലി എന്നാണ്. അതായത് കുടുംബത്തിൽ പലരും ഇതിൽ താല്പര്യമുള്ളവരാണ്. അപ്പോൾ ആക്ച്വലി ദാറ്റ് റൺസ് ഇൻ ദ ഫാമിലി, ആക്ച്വലി ദാറ്റ് റൺസ് ഇൻ ദ ഫാമിലി. പിന്നെ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കോമൺ ഇൻട്രസ്റ്റ് ഉള്ളൊരു ടോപ്പിക്ക് ഫാമിലി, കുട്ടികൾ ഒക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ അവിടെ കുട്ടികളെ പറ്റി ചോദിക്കുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചോദ്യം, നിങ്ങൾക്ക് കുട്ടികളുണ്ടോ എന്ന് പറഞ്ഞാൽ തുടങ്ങുക അല്ലേ. അപ്പോൾ അതെങ്ങനെ ചോദിക്കും, ഡു യു ഹാവ് കിഡ്സ്, ഡു യു ഹാവ് കിഡ്സ്, അല്ലെങ്കിൽ ഡു യു ഹാവ് ചിൽഡ്രൻ എന്ന് പറയാം കേട്ടോ. എന്നിട്ട് അവർക്ക് എന്ത് പ്രായമായി എന്നൊക്കെയാണല്ലോ പിന്നെ ചോദിക്കുക. അതെങ്ങനെ ചോദിക്കുക, ഹൗ ഓൾഡ് ആർ ദേ, ഹൗ ഓൾഡ് ആർ ദേ, അല്ലെങ്കിൽ അവരേത് ക്ലാസ്സിലാണ്. അപ്പോൾ ഇൻ വാട്ട് ക്ലാസ്സസ് ആർ ദേ, ഇൻ വാട്ട് ക്ലാസ്സസ് ആർ ദേ.
നമുക്കൊരാളുടെ ജോലിയെ പറ്റിയും സംസാരിച്ച് സംഭാഷണം തുടങ്ങാം. പക്ഷെ അത് വളരെ പൊളൈറ്റായിട്ട് വേണം ചെയ്യാനെന്ന് മാത്രം. അപ്പോൾ നമുക്ക് ചോദിക്കാവുന്നത് വാട്ട് ഡു യു ഡു എന്നാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, വാട്ട് ഈസ് യുവർ ജോബ് എന്നൊക്കെ പറയുന്നത് കുറച്ചൊരു റൂഡായിട്ടുള്ള ചോദ്യമായി പോവും. അപ്പോൾ വാട്ട് ഡു യു ഡു. അപ്പോൾ നമ്മൾ ചോദിച്ച ആൾ നമ്മളോട് പറഞ്ഞു എന്നിരിക്കട്ടെ, സാധാരണ നമ്മൾ കേൾക്കുന്ന ജോലികളില്ലേ, അതൊന്നുമല്ല, കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ജോലി അയാൾ പറഞ്ഞു എന്നിരിക്കട്ടെ. ഉദാഹരണത്തിന് അയാൾ പറയാണ് ഞാനൊരു യോഗ ട്രെയിനറാണ്. അപ്പോൾ അതെങ്ങനെയായിരിക്കും പറയുന്നതെന്ന് നോക്കാം. ഐ എം എ യോഗ ട്രെയിനർ. ഐ ആം എ യോഗ ട്രെയിനർ. അവിടെ നമുക്ക് പറയാം ഓ റിയലി, ഓ ആണോ. അപ്പോൾ നമ്മളൊരു എക്സൈറ്റഡ് ആയിട്ട് കാണിക്കുകയാണ്. ഓ റിയലി, അത് കൊള്ളാമല്ലോ. അപ്പോൾ അതെങ്ങനെ പറയും? ദാറ്റ് സൗണ്ട്സ് ഇൻട്രസ്റ്റിംഗ്. ദാറ്റ് സൗണ്ട്സ് ഇൻട്രസ്റ്റിംഗ്. എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി ചോദിക്കാം, ഇത് നിങ്ങളുടെ ഡ്രീം ജോബ് ആയിരുന്നോ? ഈ ജോലി ആയിരുന്നോ നിങ്ങളുടെ സ്വപ്നത്തിലുണ്ടായിരുന്നത്? അങ്ങനെ. അപ്പോൾ അതെങ്ങനെ ചോദിക്കും? വാസ് ദിസ് യുവർ ഡ്രീം ജോബ്? അല്ലെങ്കിൽ എന്താണ് നിങ്ങളെ ഈ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവന്നത്? അപ്പോൾ അത് ഇംഗ്ലീഷിൽ പറയുന്നത് വാട്ട് ബ്രോട്ട് യു ഇൻ ടു ദിസ് ഫീൽഡ്. വാട്ട് ബ്രോട്ട് യു ഇൻ ടു ദിസ് ഫീൽഡ്. ബ്രോട്ട് എന്ന് വെച്ചാൽ കൊണ്ടുവന്നത് എന്നാണേ. അപ്പം നമ്മളോട് ഇങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ട് നമുക്ക് പറയേണ്ടത് ഇതാണെന്നിരിക്കട്ടെ, ഞാൻ പഠിക്കുന്ന കാലം തുടങ്ങി എനിക്ക് ഇതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിലേക്ക് വന്നതാണ്. അപ്പോൾ അതെങ്ങനെ പറയും? ഐ ഗോട്ട് ഇൻ ടു ഇറ്റ് വെൻ ഐ വാസ് എ സ്റ്റുഡൻറ്റ്. ഐ ഗോട്ട് ഇൻ ടു ഇറ്റ്, അതായത് ഈ ഫീൽഡിലേക്ക് എത്തിയത് വെൻ ഐ വാസ് എ സ്റ്റുഡൻറ്റ്. അപ്പോൾ ചില അവസരങ്ങളിൽ നമുക്ക് തീരെ പരിചയമില്ലാത്ത ഒരാളോട് സംസാരിക്കേണ്ടി വന്നേക്കാം. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ കണ്ട രീതികളിലൂടെ എല്ലാം നമുക്ക് സംഭാഷണം തുടങ്ങാവുന്നതേ ഉള്ളൂ. പിന്നെ ഇങ്ങനൊരു സന്ദർഭം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച സെൻറ്റൻസസും ഫ്രേസസും എല്ലാം ഉപയോഗിക്കണം കേട്ടോ. അതിന് ഇത് റിപ്പീറ്റ് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.